ബോസ് ബോസ് പല്ല് തേക്കണ്ടേ? നേരെ ഉച്ചയായി. ഇനിയിപ്പോ പല്ല് തേച്ചിട്ട് എന്ത് കാര്യം? നമ്പർ 2 പോയിക്കോ. ബോസേ ദാ പാല് കഴിക്കൂ ബോസേ. എനിക്ക് പാല് വേണ്ട. ഇത്തിരിയെങ്കിലും കഴിക്കില്ലെങ്കിൽ മസിലൊക്കെ പോവല്ലേ ബോസേ? ഇനിയിപ്പോ മസിലുണ്ടായിട്ട് എന്താ കാര്യം? എന്നാ പിന്നെ ഞാൻ കുടിച്ചോട്ടെ ബോസേ. അല്ല കേടാക്കണ്ടെന്ന് വിചാരിച്ചോട്ടാ ബോസേ. കഴിച്ചോ കഴിച്ചോ. സ്ത്രീക്ക് ലോട്ടറി അടിച്ചു. സത്യമാണോ പറയുന്നത്? അതെ ചേച്ചി, പരമാർത്ഥ സത്യം. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയാ? സംസ്ഥാനം കേരളം തന്നെ, പക്ഷെ ഓൺലൈൻ ആണെന്ന് മാത്രം. അപ്പൊ പത്രത്തിലൊരു വാർത്ത കൊടുക്കണ്ടേ? എന്തിന് കള്ളന്മാർക്ക് കൃത്യമായിട്ട് വീട് പറഞ്ഞു കൊടുക്കാം. എന്തായാലും എനിക്ക് മുട്ടൻ ചെലവ് തന്നേട്ടാ. കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചിക്ക് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഞങ്ങൾക്കും നമുക്ക് എല്ലാവരും കൊടുക്കാം. ചേട്ടാ, പായസത്തിന്റെ സാധനങ്ങൾ കൂടെ വേണേ, കൊണ്ടുവന്നേക്കണേ. ഇത് ഞാൻ കൊണ്ടുപോവാം. ഞാൻ എല്ലാവരോടും പറയട്ടെ. എടാ സ്ത്രീ, ഇന്ന് വൈകുന്നേരം സ്കോച്ച് ആയിരിക്കണേ. ഇവരെന്താ സർക്കാർ ജോലി കിട്ടിയ ഉറങ്ങണ? ഇത് എന്റെ സമ്മാനം. ഇതെന്താ? എന്തൊക്കെയായിരുന്നു. പിന്നെ തന്ത്രപരമായി വേണം ഇനി ഓരോ നീക്കങ്ങളും. ഒരു കാരണവശാലും അവനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുന്നത് ബുദ്ധിയല്ല. കാരണം നമ്മളെക്കാളും ബ്രില്യൻ്റ് ആണ് അവൻ. അപ്പോൾ അവനേക്കാളും ബ്രില്യൻ്റ് ആയൊരു പ്ലാൻ വേണം നമ്മൾ തയ്യാറാക്കാൻ. അണ്ടർസ്റ്റാൻഡ്? വെരി ഗുഡ്. അയ്യോ, ഞാൻ ഫോൺ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? എവിടെ പോയില്ലാരും? ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ കണ്ടുപിടിച്ചു. അയ്യേ, താനായിരുന്നാ? ഞാൻ വിചാരിച്ചു. കമോൺ കമോൺ. ഒരു പ്ലാൻ ആയിട്ടുണ്ട് ബോസ്. ആണോ? പറഞ്ഞു കൊടുക്കണോ? ഓ, സോഫ്റ്റ്വെയർ. I'm not using it. ആണോ? Still I mean ഇട്ടിട്ടില്ല. ഈ ലാപ്ടോപ്പിനുള്ളിലെ CCTV ഫുട്ടേജിൽ എല്ലാം ഉണ്ട്. ആണോ? റൈറ്റ്. അന്ന് തിയേറ്ററിലെ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിലിരുന്നാണല്ലോ നമ്മൾ സിനിമ കണ്ടത്. അതെ. ഉള്ളിലേക്കുള്ള ഡോറിന് മുകളിൽ ഒരു CCTV വെച്ചിരുന്നത് അന്നെന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഭാഗ്യമായി. ആ ഫുട്ടേജ് ഈ ലാപ്ടോപ്പിൽ കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ദിവസം ആദ്യത്തെ ഷോ ആണ് നമ്മൾ കണ്ടത്. അതെ. അന്നേ ദിവസം അതേ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ഷോ കാണാമെന്ന ഒരുത്തന്റെ കയ്യിലേക്ക് നമ്മുടെ ഫോൺ. അന്നത്തെ ദിവസം ഷോ കാണാമെന്ന എല്ലാവരുടെയും ഫേസ് ഈ CCTV ഫുട്ടേജിൽ കാണാൻ കഴിയുമോ? I can show you. ഷോ Yes. സീരിയസ്? അല്ല, അതെ, ഇത്രയും ആൾക്കാരുടെ കൂട്ടത്തിൽ വെച്ചേ അന്ന് നമ്മുടെ മൊബൈൽ ഫോൺ അടിച്ചു മാറ്റിയവൻ എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കും ബോസ്, അതിന് വഴിയുണ്ട് അല്ലേടോ? എടാ, ആരും കണ്ടില്ലല്ലോ. ഇല്ല. തല എവിടെ? തല തല ഇവിടെ. അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഈ ബാഗ് എടുത്ത് ചേട്ടന്റെ വീട്ടിലേക്ക് വെക്ക്. നിങ്ങൾ പിടിക്കല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് മാറും. എന്താ പിടിച്ചാല്? നിങ്ങൾക്ക് ഭാര്യയും കുടുംബവും ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ നിങ്ങൾ പിടിക്കാൻ പാടില്ല. മിണ്ടാതിരിക്കും മനുഷ്യ. തമ്മി തലയില്ല. മിണ്ടാതിരിക്കും മാധവേട്ടാ. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടേ ലോനപ്പഞ്ചന്റെ പച്ചക്കറിക്കടയിൽ പടവളങ്ങ പിടിക്കണ പോലെ. അതൊന്നുമല്ല, ഇതിനകത്ത് എന്തോ സോഫ്റ്റ് ആയ സാധനം. അതെ, തലോടെ ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഉപയോഗിച്ച് കുടുങ്ങിയവരാണ് പൊട്ടുന്ന വല്ലാണോ?
നന്നായി പൊട്ടുന്നതാ. കുപ്പിയാണോ? അതെ, കുപ്പിയാ. കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. നിങ്ങൾക്ക് തരാനായിട്ടേ വേലായുധേട്ടൻ ഒരു മിലിറ്ററി കുപ്പി ഉണ്ടെന്ന് വെച്ചിരിക്കണേ. കൊല്ലും ഞാൻ. എന്നിട്ട് ഇപ്പോഴാണ് പറയണം. നീയും കൂടെ ചെല്ലടാ. ഒറ്റയ്ക്ക് പോ. ഞാനുണ്ട്. ഞാൻ കഥ അടിച്ചിട്ട് വരാം. ചേട്ടാ സോഡ വാങ്ങിക്കാൻ അച്ഛാ പോകല്ലേ? വിളിക്കാൻ മറക്കല്ലേ. ഹു, എന്റെ അമ്മോ, പറഞ്ഞു വിടാൻ പെടുന്നത്. ലിനച്ചി, ഇതാ ശ്രീദേവി. വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് നാളെ പറയാം. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാത്രി ഒരുപാട് വൈകി. അല്ല, ഞാൻ എന്താടാ നോക്കിക്കൊണ്ട് നിൽക്കുന്ന? പോവാ. ബൈ. ബൈ ബൈ. അവന്റെ ഒരു ബൈ. ചൂടായിരുന്നല്ലേ, കുളിച്ച് ഫ്രഷ് ആവാം. സാർ എന്താടോ? തട്ടിക്കൊണ്ടു പോയെന്നുള്ളതിന് എന്താ ഉറപ്പ്? മോള് വല്ല ചുറ്റിക്കളി നടത്തി വല്ല അലവലാധീനം കൂടെ ഒളിച്ചോടി നിർത്തടോ. Stupid. Get lost. അയാളുടെ ഒരു സെല്യൂട്ട്. എന്തത്? ഫയല് വേണ്ടിയിരുന്നില്ല അല്ലേ പല അങ്ങാടി തോറ്റേന് അമ്മയോട് അവസാനം മകള് വയറ് വീർപ്പിച്ചോണ്ട് വരും മനസ്സിലാവും ആരാ സ്റ്റുപ്പിഡെന്ന്. കുര്യൻ ജോസഫ് സർ, താൻ എന്തൊരു സ്റ്റുപ്പിഡാണോ? ഇത്ര വർഷത്തെ സർവീസ് ഉണ്ടായിട്ടും എങ്ങനെ സംസാരിക്കുന്നത് പോലും തനിക്കറിയില്ലേ? അല്ല എനിവേ, ഈ സിറ്റിയുടെ ചുമതല തനിക്കാണ്. വിത്തിൻ 24 hours ഇതിന് ഉത്തരവാദികളായവരെ താൻ കണ്ടുപിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ വെച്ചേക്കില്ല ഞാൻ. ദിസ് ഇസ് മൈ ഓർഡർ. സർ, ഈ ഫയലൊന്നും പഠിക്കാതെ നിർത്തടോ. തന്റെ ഒരു ഫയൽ കൊടുത്തം പഠിച്ച് താനെന്താ പരീക്ഷ എഴുതാൻ പോവാണോ? നോ സർ. ഇഡിയറ്റ്. എന്റെ വ്യാകുല മാതാവേ, 1700 ദിവസം സർവീസിൽ പൊറപ്പിച്ച നീ ഒരു 160 ദിവസം കൂടെ പൊറപ്പിക്കില്ലേ? ബാല, എവിടെ പോസ്റ്റിംഗ് വാങ്ങിയാലും ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ പോലീസ് ആവരെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണോ? ഉറക്കവും പോയി. ഗുഡ് മോർണിംഗ് സർ. Good morning. I want a room number 999. Okay, sir. Ask me why? Why, sir? Because my lucky number is 9. You know, my Benz car number is 9999. 49. Okay, sir. Beautiful, like you. Thank you. Please, sir. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. One black tea, please. ഇത്ര വേഗം ചായ റെഡിയായോ? ബ്ലാക്ക് ടീ എവിടെ? ബ്ലാക്ക്ബെറി ഇവിടെ. ബ്ലാക്ക് ടീ എവിടോ ഞാനും ചോദിച്ചത്. ബ്ലാക്ക്ബെറിയാ ഞാൻ ചോദിക്കുന്നേ. എന്തായി കാണിക്കുന്നത്? അല്ല, അതല്ല. ആരാ നിങ്ങള്? ഫോൺ എടുക്കണം. ആരാ നിങ്ങള്? ബ്ലാക്ക്ബെറി എടുക്കാൻ. ബ്ലാക്ക്ബെറി എടുക്കാൻ. ബ്ലാക്ക്ബെറി എടുക്കാൻ. നിന്നെ പറഞ്ഞത്.